ഇടുക്കി കണ്ണടക്കട ജീവനക്കാരന് ക്രൂരമർദ്ദനമേറ്റതിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് പരാതി. കമളക്കാട് ഗ്രാൻഡ് ഒപ്റ്റിക്സ് കട ജീവനക്കാരൻ അൻസിഖിനാണ് മർദ്ദനമേറ്റത്. കണ്ടാലറിയാവുന്ന 4 പേർ കമ്പിവടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് നടന്ന മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ആദ്യം കടയ്ക്കകത്ത് നിന്നും യുവാവിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയ ശേഷം മർദ്ദിക്കുന്നു. ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്ത് പതിഞ്ഞിരിക്കുന്നത്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഈ കടയിലെ ജീവനക്കാരന് പരിചയമുള്ള യുവാക്കൾ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സംഭവിച്ചത്? സ്മൃതി, ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് സംഭവം. കമ്പളക്കാടിലെ ഗ്രാൻഡ് ഓപ്റ്റിക്സ് എന്ന കടയാണിത്. ഈ കടയിലുള്ള ജീവനക്കാരനാണ് ഇന്നലെ വൈകിട്ടോടുകൂടി 10 പേരിലധികം ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ 4 പേർ ചേർന്നാണ് ഈ കണ്ണടക്കടക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. നമുക്ക് അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കടയ്ക്കകത്ത് ആദ്യം ഒരാൾ കയറുകയും ഈ സെറ്റിയിൽ ഒരാൾ ഇരിക്കുകയുമായിരുന്നു. പിന്നീട് ഈ കടയുടെ ജീവനക്കാരായ അൻസിഖിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. അൻസിഖാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. അൻസിഖിനെ ഇന്നലെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തെ കടയുടെ സമീപത്തെ ഇടനാഴിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു ഇന്നലെ സംഭവം അൻസിഖെ? ഇന്നലെ ചെക്കന്മാരെങ്ങനെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തോ നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് അവരിവിടെ വന്ന് കയറി തല്ലിയത്. ഫുള്ള് നല്ല മദ്യത്തിലായിരുന്നു. മദ്യപിച്ച് അടിച്ചത്. അവിടെ കൊണ്ടുപോയി സൈഡ് കൊണ്ടുപോയിട്ട് എന്നെ കിടത്തി ഇവിടുന്ന് കാലെടുത്ത് 2 ആൾക്കാർ ഒരേ അടി. വേദന തീരെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ആവശ്യമില്ലാതെ സാർ അടിച്ചേ. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടുന്നതിന് കുഴപ്പമില്ല. ഇത് എല്ലാവരും വന്നവനും പോകുന്നവനൊക്കെ ഒരു 4 അറിയുന്ന ആളുകളാണോ? കണ്ടറിയും. ഒരു 2 ആൾക്കാരെ പേരറിയാം. ബാക്കിയുള്ള ആൾക്കാരെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. കാരണമൊന്നുമില്ലാതെ വെറുതെ അടിച്ചു എന്നാണ് പറയുന്നത്. വെറുതെ അടിച്ചാ? കമ്പിവടി. ഇതാ അവിടെ ഷട്ടർ അടയ്ക്കുന്ന ഒരു കമ്പിവടി ഉണ്ട്. അതുമായിട്ടായിരുന്നു അടിച്ചത്. സ്മൃതി, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കടയ്ക്കകത്തു നിന്ന് ആളുകൾ പുറത്തെത്തിയതാ ഈ കമ്പിവടി ഉപയോഗിച്ചാണ് ഷട്ടർ തുറക്കുന്നത്. ഇന്നലെ അകത്ത് കയറി മർദ്ദിച്ച സംഘങ്ങൾ ഈ ഹൻസിഖിനെ മർദ്ദിക്കുന്നതിനിടയിലാണ് ഈ കമ്പിവടി വളഞ്ഞു പോയത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഈ ഇടനാഴിയിൽ വെച്ചായിരുന്നു ഹൻസിഖിനെ ക്രൂരമായി മർദ്ദിച്ചത്. സ്ഥിരമായി ഈ മേഖലയിലൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ എത്തുന്നുണ്ട് എന്ന് സമീപത്തെ കടക്കാരടക്കം പറയുന്നുണ്ട്. പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് പരാതി കൃത്യമായി അന്വേഷിക്കുന്നില്ലെന്നാണ് അൻസിഖിൻ്റെ നിലവിലുള്ള പരാതി എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ട് 6:30 കൂടി നടന്ന സംഭവത്തിൽ അൻസിഖ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ആശുപത്രിയിലെത്തി ചികിത്സ തേടിയത്. തോളലിനും കഴുത്തിനുമൊക്കെ സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സാ കുറിപ്പുകൾ കണ്ടപ്പോൾ അൻസിഖ് നമ്മളോട് പറയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്പളക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് വിശദമായ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് അൻസിഖിൻ്റെ ആരോപണം.